നമസ്കാരം. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ പിടിക്കാൻ CBI വരണമെന്നാണ് UDF കൺവീനർ ആവശ്യപ്പെടുന്നത്. അൺപോപ്പുലറായി സർക്കാരിനെ താഴെ ഇറക്കാൻ UDF ഒന്ന് സടകുടഞ്ഞാൽ മതിയെന്ന് പറയുന്നു കുഞ്ഞാലിക്കുട്ടി. നഷ്ടമായത് സ്വർണം പൊതിഞ്ഞ പാളികളാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിട്ടും അത് ചെമ്പ് തകിടാണ് എന്ന് ആവർത്തിക്കുന്നു മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പത്മകുമാർ. സർക്കാരാകട്ടെ മുഖ്യമന്ത്രിയാകട്ടെ വാ തുറക്കാതെ തടി രക്ഷിക്കുന്നു. സർക്കാരിന്റെ അവസാന കാലത്തെ ഈ സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം ശക്തമായ സമരായുധമാക്കുമോ? ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ സ്വർണ്ണക്കള്ളനെ പിടിക്കാനാകും. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി അഡ്വക്കേറ്റ് VR അനൂപ്, കോൺഗ്രസ് വക്താവ്, CPM വക്താവ് ഡോക്ടർ PK ഗോപൻ, VHP വക്താവ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ എന്നിവർ. ആദ്യം VR അനൂപിലേക്ക്. അനൂപ്, ദേവസ്വം വിജിലൻസ് ഒന്നും അന്വേഷിച്ചാൽ പോരാ, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും പോരാ, CBI വരണമെന്നാണ് UDF കൺവീനർ പറയുന്നത്. അതേസമയം അല്പം മുമ്പ് നമ്മൾ കേട്ടു കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നു ശബരിമലയെ രാഷ്ട്രീയ ആയുധമാക്കിയതാണ് ഈ കുഴപ്പത്തിന് മൊത്തം കാരണം, രാഷ്ട്രീയം കളിക്കരുത് അവിടെ എന്നും പറയുന്നു. അപ്പോൾ നിലവിലുള്ളത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഒരു ഭരണപരമായ പ്രശ്നമാണ്. സ്വർണം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസികളുടെ പ്രശ്നവുമാണ്. ഇതിൽ UDF എന്താണ് ചെയ്യാൻ പോകുന്നത്? കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് പോലെ സടകുടഞ്ഞ് എഴുന്നേൽക്കുമോ UDF? അജിംസെ, സ്വർണം കട്ടവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതേ പിണറായി വിജയൻ ഭരിക്കുന്ന, ഇതേ ഇടതുമുന്നണി ഭരിക്കുന്ന കേരളത്തിലല്ലേ പേരൂർക്കടയിൽ ഒരു സാധു സ്ത്രീ, ദളിത് സമുദായത്തിൽപ്പെട്ടൊരു സ്ത്രീ അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ ഒരു തെളിവുമില്ലാതെ അവർ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് 20 മണിക്കൂർ അവർ ഭേദ്യം ചെയ്ത് അവരെ ശാരീരികമായും മാനസികമായും തകർത്ത് കളഞ്ഞത്. ഇതിപ്പോൾ എത്ര ദിവസമായത്? ഇവിടെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെക്കുറിച്ച് വളരെ ദുരൂഹമായ കഥകൾ കേൾക്കുന്നു. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊന്നും ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്ന ഉന്നതരുണ്ടെന്ന് വ്യക്തമല്ലേ? ദേവസ്വം അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്? ഇവിടെ ഒരു സംശയവുമില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, ദേവസ്വത്തെ സംബന്ധിച്ച് ആഗോള അയ്യപ്പ സംഗമം കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുകയാണ്. അയ്യപ്പനെ തന്നെ ഒരു വിൽപ്പന ചരക്കാക്കാൻ, പ്രദർശന വസ്തുവാക്കാൻ ഈ സർക്കാർ ഒരുമ്പിട്ടിറങ്ങി എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? ഇവിടെ കോടതിയുടെ മുമ്പിൽ ഒരു പറഞ്ഞത് എന്താ? ഇതിനു വേണ്ടി സർക്കാർ യാതൊരു തരത്തിലുള്ള ഫണ്ടും ദേവസ്വം ഫണ്ടും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ കോടതി ഇലക്ഷൻ വളരെ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. കോടതിക്ക് കൊടുത്ത വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല. 3 കോടി രൂപയോളം ദേവസ്വം ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചു എന്ന് വന്നിരിക്കുകയാണ്. ഇവിടെ ഇതേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട എന്താ? കേരളത്തിലെ എന്നല്ല ലോകം മുഴുവനുള്ള അയ്യപ്പ വിശ്വാസികൾ പരിപാവനമായി കരുതുന്ന, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായ ഈ പറയുന്ന ദ്വാരപാലക ശില്പം പരസ്യമായി പ്രദർശനത്തിന് വെച്ച്, എക്സിബിഷന് വെച്ച്, ടിക്കറ്റ് വെച്ച് പൈസ പിരിക്കുന്ന പോലെ പൈസ പിരിച്ചിരിക്കുകയാണ്. അയ്യപ്പ വിശ്വാസത്തെ അപമാനിച്ചിരിക്കുകയാണ്. അയ്യപ്പ വിശ്വാസം എന്ന് പറയുന്നത് തെരുവിലൊരു വിൽപ്പന ചരക്കാക്കിയിരിക്കുകയാണ്. ഈ പറയുന്ന CPM-ന്റെ കൊടിമര ജാഥയ്ക്ക് കൊടിമരം പ്രദർശിപ്പിക്കുന്നത് പോലെ ഓരോ വീടുകളിലും ഓരോ തെരുവുകളിലും ഇത് പ്രദർശിപ്പിച്ച് ഇത് സത്യത്തിൽ സാമ്പത്തികമായ ചൂഷണം തീർച്ചയായും ഇതിനകത്തുണ്ട്. വിശ്വാസത്തോട് നേരെയുള്ള വെല്ലുവിളിയല്ലേ ഇത്? കൃത്യമായി അയ്യപ്പനെ മാർക്കറ്റ് ചെയ്യാൻ, അയ്യപ്പനെ പ്രദർശന വസ്തുവാക്കാൻ, അയ്യപ്പനെ കച്ചവടവൽക്കരിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. ഇതിനെതിരെ കൃത്യമായി നടപടി എടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഈ പറയുന്ന ദേവസ്വം അധികാരികളെ തന്നെ നീക്കം ചെയ്യേണ്ടതാണ്. അവർ സ്ഥാനത്ത് തുടരാൻ അർഹരല്ല. അവർ രാജിവെക്കുന്നില്ലെങ്കിൽ അവരെ പുറത്താക്കാൻ എന്തുകൊണ്ട് സർക്കാർ മടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണം എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ ഘട്ടമാണ്. ഈ 2019 ശബരിമലയിലെ യുവതി പ്രവേശനം സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധിയുടെ കാലത്തുണ്ട് അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയിലാണ് സർക്കാർ ഇവിടെ നിൽക്കുന്നത്. നോക്കി നിൽക്കുന്നവർക്ക് മനസ്സിലാകും. ആ പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി വാതുറക്കുന്നില്ല. സർക്കാർ പ്രതിനിധികൾ ആരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. മുൻ ദേവസ്വം അധ്യക്ഷന്മാരും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും ചിലപ്പോഴൊക്കെ ദേവസ്വം മന്ത്രിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലായി പലപ്പോഴും ഒഴിഞ്ഞു മാറാറാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ദേവസ്വം അധികൃതരെ പുറത്താക്കാതെന്നുള്ള അനൂപിന്റെ ചോദ്യത്തിനുള്ള മറുപടി, അങ്ങനെ ഒരു സമ്മർദ്ദം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. നോക്കൂ, ഇപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ അനൂപ് പറഞ്ഞു. ഈ അയ്യപ്പനെ തെരുവിൽ പണപ്പിരിവിന് ഉപയോഗിച്ചു. യെസ്, അത് നിങ്ങളുടെ വിഷയമാവാതിരിക്കും. മറ്റൊരു കാര്യം, അഡ്മിനിസ്ട്രേറ്റീവായിട്ടൊരു പ്രശ്നം അവിടെ ഉണ്ട്. ദേവസ്വം ബോർഡിൻ്റെ, അതായത് ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ദേവസ്വം, അവിടെ സ്വർണം മോഷണം പോയിരിക്കുന്നു. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമാണ്. നിങ്ങൾ തെരുവിൽ കാണുന്നില്ല 2019 കണ്ടതുപോലെ. അല്ല, ഞങ്ങൾ തെരുവിൽ കാണുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ഈ പറയുന്ന 9-ാം തീയതി അടക്കം വലിയ പ്രക്ഷോഭങ്ങൾ, വലിയ രീതിയിലുള്ള സമര രീതികൾ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നേ.
ഞങ്ങളിതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമല്ല. താങ്കൾ പറഞ്ഞതുപോലെ ഭരണപരമായ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് മാത്രമല്ല, ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തന്നെ മുൻനിർത്തി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാവുകയാണ്. അത് തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി സംഘടിപ്പിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, കൃത്യമായ സാമ്പത്തിക അജണ്ട ഇതിനകത്തുണ്ട് എന്നുള്ള ആരോപണം വളരെ തുടക്കം മുതലേ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ യാഥാർത്ഥ്യമായില്ലേ? ഇവിടെ പിണറായി വിജയൻ പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്ന പോലെ ചില തെരഞ്ഞുപിടിച്ച ആളുകളെ വിശ്വാസി പ്രമുഖർ എന്ന് സ്ഥാപിച്ചുകൊണ്ട് സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി, പണപ്പിരിവിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒന്നാണെന്നേ. അത് വളരെ കൃത്യമായിരിക്കുകയാണ്. ഇവിടെ ഈ അയ്യപ്പനെ കേന്ദ്രീകരിച്ച്, ശബരിമലയെ കേന്ദ്രീകരിച്ച് കൃത്യമായ ടാർഗറ്റഡായ സാമ്പത്തികമായ കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. ഭരണപരമായ വീഴ്ച മാത്രമല്ല, രാഷ്ട്രീയമായും സാമ്പത്തികമായും ദുരുദ്ദേശങ്ങളോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട ഒന്നാണ്. ഇതിപ്പോൾ ഈ അയ്യപ്പ സംഗമം വളരെ കൃത്യമായി പുറത്തു കൊണ്ടുവരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2019 തന്നെ ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് വിജയ് മല്യ സമർപ്പിച്ച ഈ പറയുന്ന സ്വർണം എവിടെ എന്നുള്ള ചോദ്യം ഈ നാട്ടിലെ സാധാരണക്കാരായ അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുകയാണെന്നേ. ഇത് ദേവസ്വം എന്ന് പറയുന്നത് എന്താ? ഇവിടെ സമർപ്പിക്കപ്പെടുന്ന ഒരു സാധാരണ കാണിക്കയിടുന്ന ഭക്തന്റെ മുതൽ വൻ സ്വത്തുവകകൾ വരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ള സർക്കാരിലേത്, ബാധ്യതയുള്ള ദേവസ്വം ബോർഡിലേത്. അതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടില്ല. ഇപ്പോഴെന്താണ് നടക്കുന്നത്? അജിംസ, താങ്കൾക്കറിയാം, അയ്യപ്പ സംഗമം എന്ന പേര് വെച്ച് അയ്യപ്പനേക്കാൾ വലിയ പടം പിണറായി വിജയന്റെ പ്രദർശിപ്പിക്കുക. ഇത് സർക്കാരിന്റെ പൊതു രീതിയാ. മോഹൻലാലിനെ ആദരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മോഹൻലാലിനേക്കാൾ വലിയ പടം പിണറായി വിജയന്റെ. ഈ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത് PR സർക്കാരായി മാറി. അത് ശബരിമലയിൽ അത് അങ്ങനെയായി. ഇപ്പൊ ഇവിടെയും ഇവന്റ് മാനേജ്മെന്റ് കൊടുത്തിട്ടുള്ളത് എവിടെയാ? ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പല പൊതുമരാമത്ത് പരിപാടികളിലും നമ്മൾ ഊരാളുങ്കൽ സൊസൈറ്റി ഉപയോഗിച്ച് നടത്തുന്ന തീവട്ടിക്കൊള്ള കേരളം പലവട്ടം ചർച്ച ചെയ്തതാ. ഇപ്പൊ ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്ത് ഒരു പരിപാടി നടത്തി, അതിന്റെ ഇവന്റ് മാനേജ്മെന്റും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുക. ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ സഹോദരി എന്ന് പറയുന്ന പോലെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ആരാണ് കൈയാളുന്നതെന്ന് കേരളത്തിൽ ആർക്കറിയാത്തത്? അപ്പോൾ വളരെ കൃത്യമായി ഈ പറയുന്ന ശബരിമല സന്നിധാനത്ത് സമസ്ത പ്രവർത്തനങ്ങളെയും CPM നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് സാമ്പത്തിക ലക്ഷ്യത്തോടു കൂടി വിഭവ സമാഹരണത്തിന് ശബരിമലയെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണമല്ല, യാഥാർത്ഥ്യമാണത്. കേരളീയ പൊതുമണ്ഡലത്തിനകത്ത് വളരെ കൃത്യമായി നിലനിൽക്കുകയാണ്. ഊരാളുങ്കൽ സൊസൈറ്റി അനൂപ് പറഞ്ഞു 9-ാം തീയതി സമരം തുടങ്ങാം. 9-ാം തീയതി മുതൽ നിങ്ങൾ എന്ത് സമരമാണ് ചെയ്യുന്നത്? അതോ സഭയിൽ ഈ വിഷയം ഉന്നയിച്ച് തീർക്കാനാണോ? അല്ല, തീർച്ചയായും സമരത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, സമരം തുടങ്ങുകയും അത് എങ്ങനെയാണ് പുരോഗമിക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു മെത്തഡോളജി ഒക്കെ വളരെ കൃത്യമല്ലേ. അത് ഓരോ സമയത്തും ആദ്യം ഈ ആവശ്യം ഉന്നയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ദിവസവും പത്രങ്ങളെ കാണുകയാണ്, പത്രമാധ്യമങ്ങളോട് കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് ആദ്യമായി ഈ പറയുന്ന 9-ാം തീയതി കടക്കുകയാണ്. അത് ഘട്ടം ഘട്ടം എങ്ങനെയായി വികസിക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ സമീപനം അനുസരിച്ച് വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. വളരെ കൃത്യമായി ശക്തമായ സമരവുമായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സമരം തന്നെയായിരിക്കും. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ 2019 സുപ്രീം കോടതി വിധിയെ തുടർന്ന് ആചാരലംഘനം നടത്തിയ സർക്കാർ എന്ന് ആവശ്യപ്പെട്ട് സംഘപരിവാർ സംഘടനകൾ സമരം ചെയ്തിരുന്നു. അതേ തുടർന്ന് അതിൻ്റെ പുറകെയാണ് UDFും കോൺഗ്രസും ഒക്കെ അതിൻ്റെ പുറകെ വരികയായിരുന്നു ആ സമരത്തിന്. അപ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രതിഷേധവുമില്ല. ആചാരലംഘനം എന്ന ഒരു കാര്യം പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയവരാരും അയ്യപ്പൻ്റെ സ്വർണം കെട്ടിയതിൽ ആർക്കും പ്രതിഷേധമില്ല, ആരും സമരം ചെയ്യുന്നില്ല, അതാർക്കും കണ്ടെത്തണ്ട. ഇതുവരെയും ഒരു FIR ഇല്ലായ കേസിൽ ഈ സ്വർണം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പോലും കൃത്യതയില്ല സർക്കാരിനോ ദേവസ്വം ബോർഡിനോ. എന്തുകൊണ്ടായിരിക്കും സംഘപരിവാർ സംഘടനകളിൽ നീ മൗനം? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ അനിൽ. താങ്കൾ ആ പറഞ്ഞതിനകത്ത് വസ്തുതാപരമായ ചില പിശകുകളുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ നേതൃത്വത്തില് തിരുവാറന്മുളയിലുള്ള ഈ ശബരിമലയിലെ തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിലേക്ക് വളരെ വലിയൊരു മാർച്ച് നടക്കുകയുണ്ടായി. അത് ഇന്നലെ തന്നെ സമരരംഗത്തേക്ക് വിശ്വാസികൾ ഇറങ്ങി എന്നതിന്റെ സൂചനയാണ്. ഇതുവരെ സമരരംഗത്തേക്ക് ആരും ഇറങ്ങിയില്ല എന്ന് പറയുന്നത് വസ്തുതാപരമായ തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ഇത് എല്ലാവരും, താങ്കളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ബാക്കി എല്ലാ മാധ്യമ പ്രവർത്തകരും ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതു പ്രതിനിധികൾ പോലും സമ്മതിച്ചിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. ശബരിമലയിൽ മോഷണം നടന്നു. ചെമ്പായിക്കൊള്ളട്ടെ, സ്വർണ്ണമായിക്കൊള്ളട്ടെ, എന്തായാലും ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മോഷണം നടന്നിട്ടുണ്ട്. FIR ഇട്ടിട്ടുണ്ടോ എന്നാണ് താങ്കൾ ചോദിച്ചത്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ചെറിയ നിസ്സാര സംഭവങ്ങൾ ഉണ്ടായാൽ പോലും അതേ സെക്കൻഡിൽ തന്നെ FIR ഇട്ടിട്ട് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ വ്യാപകമാണ്.
ഇന്നലെ ഈ ആറന്മുളയിൽ നടന്ന പരിപാടിക്ക് ശേഷം ഞാൻ നേരെ പോയത് പമ്പയിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. പമ്പയാണ് ഇപ്പോൾ ശബരിമലയുടെ ജൂറിസ്ഡിക്ഷൻ അധികാര അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷൻ. അവിടെ ചെന്ന് ഞാൻ വളരെ വ്യക്തമായി രേഖാമൂലം പരാതി എഴുതി നൽകിയിട്ടുണ്ട്. FIR ഇട്ടിട്ടില്ല. എന്താണ് കാരണം? താങ്കളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മുഴുകിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നത് എവിടെയാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാന മന്ദിരത്തിലെ AC റൂമിൽ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ അദ്ദേഹത്തിനെ 4.5 മണിക്കൂർ ചോദ്യം ചെയ്തു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം, എന്റെ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം, ഞാൻ ഇതൊക്കെ തുറന്നു പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് 3 മണിക്കൂർ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു. അതും ആ AC മുറിയിൽ ഇരുത്തിക്കൊണ്ട് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ, സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വത്തിന്റെയും നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥരെ, ഇപ്പോ മീഡിയ വണ്ണിന്റെ ഓഫീസിൽ ഒരു മോഷണം നടന്നു എന്ന് കരുതുക. ആ മോഷണം നടത്തുന്ന ആളിനെ മീഡിയ വണ്ണിലെ AC റൂമിൽ ഇരുത്തിക്കൊണ്ടാണോ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്? അല്ല. നമ്മളുടെ പരമ്പരാഗതമായ പോലീസിംഗിന്റെ ഭാഗമായിട്ട് അവരെ ചോദ്യം ചെയ്യാനുള്ള വേദികളുണ്ട്. അവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്യണം. ഇവിടെ നടക്കുന്ന ചോദ്യം ചെയ്യലല്ല. ഇതൊരു വലിയ രാഷ്ട്രീയ തട്ടിപ്പാണ് ശബരിമല കേന്ദ്രമാക്കി നടന്നിട്ടുള്ളത്. ആ രാഷ്ട്രീയ തട്ടിപ്പില് രാഷ്ട്രീയപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾ പ്രതികളാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ കോച്ചിങ് കൊടുക്കുകയാണ്. അയാൾക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുതലാളിമാരെ എങ്ങനെ രക്ഷിച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള കോച്ചിങ് ക്ലാസ് ആണ് ഇന്ന് നടന്നത്. ഇതുവരെ FIR ഇട്ടിട്ടില്ല എന്ന് പറയുന്നത് ഹൈക്കോടതിയെ മറയാക്കിക്കൊണ്ടാണ്. ഹൈക്കോടതി ബഹുമാനപ്പെട്ട ദേവസ്വം വിജിലൻസിനോടാണ് പറഞ്ഞത് ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ. അല്ലാതെ FIR ഇടരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതിനെ മറയാക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഠിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ്. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു സുരക്ഷ ഒരുക്കേണ്ട കാലഘട്ടമാണിത്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ കേസ് ഇതോടുകൂടി ഇല്ലാതാവും. കേരളത്തിൽ അത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ട്യൂഷൻ എടുക്കുന്നതിനോടൊപ്പം കള്ളം പറയാനും രാഷ്ട്രീയ മുതലാളിമാരെ, കടകംപള്ളി സുരേന്ദ്രന്, അതുപോലെ തന്നെ പത്മകുമാർ തുടങ്ങിയ ദേവസ്വം ബോർഡിലെ ഉയർന്ന സ്ഥാനത്തിരുന്ന ആൾക്കാരെ പ്രതികളാക്കി ജയിലിൽ വിടാതിരിക്കണമെന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ദേവസ്വം ആസ്ഥാനത്തെ AC റൂമിൽ ഇരുത്തിക്കൊണ്ട് ദേവസ്വം വിജിലൻസിലെ ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കുകയാണ്. ചോദ്യം ചെയ്യലല്ല. അയാൾക്ക് മതിയായ സുരക്ഷയുടെ ഇക്കാര്യത്തിൽ സർക്കാർ ഉറപ്പുവരുത്തണം. അതുകൊണ്ട് ഇവിടുത്തെ വിശ്വാസി സമൂഹം, അത് സംഘപരിവാറിനൊന്നും നോക്കേണ്ടതില്ല. അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള വ്യക്തികൾ തെരുവുകളിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ്. വിശ്വാസി സമൂഹം എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഹൈന്ദവ സാമുദായിക സംഘടനകൾ NSS ഉം SNDPയും ശബരിമലയുടെ കാര്യത്തിൽ സർക്കാരിന്റെ കൂടെയാണ്. പിന്നെയുള്ളത് സംഘപരിവാറാണ്. അപ്പോൾ അങ്ങ് പറയുന്നു VHP സമരം ചെയ്തു എന്ന്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഘപരിവാർ രാഷ്ട്രീയ സംഘടനയായ BJPക്ക് ഒരു പ്രശ്നവുമില്ല. BJP ഒന്നും മിണ്ടുന്നില്ല. ഇത് കേൾക്കൂ. താങ്കള് പ്രധാനപ്പെട്ട സമുദായ സംഘടനകള് സർക്കാരിനും ദേവസ്വത്തിനും അനുകൂലമാണെന്ന് പറയാൻ കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പമ്പയിൽ നടന്ന ആഗോള തട്ടിപ്പ് സംഗമവുമായി ബന്ധപ്പെടുത്തിയാണ്. NSSന്റെയും SNDPയുടെയും KPMSന്റെയും ചില പ്രധാനപ്പെട്ട പ്രതിനിധികളായ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ള കാരണത്താലാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്. ഇന്ന് ആരാധനായിട്ടുള്ള SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥം മാസികയിൽ എഴുതുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തൊരു കാര്യമുണ്ട്. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കള്ളന്മാരുടെ സെന്ററായി മാറിയിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടുകൊണ്ട് IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ഗോവിന്ദൻ മാസ്റ്ററും പിണറായിയും ഒക്കെ പറഞ്ഞിരുന്ന എന്താണ്? കേരളത്തിലെ പ്രമുഖ സമുദായങ്ങളൊക്കെ ഞങ്ങളുടെ നയങ്ങൾക്ക് പിന്തുണയാണ് നൽകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഇടതുപക്ഷത്തെ നേതാക്കന്മാരുടെ അഭിപ്രായത്തിന് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. 2019 കാലയളവില് ഈ കോവിഡിന്റെയും ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെയും പ്രളയത്തിന്റെയും ഒക്കെ മറവിലാണ് യഥാർത്ഥത്തിൽ ശബരിമലയിലെ തട്ടിപ്പും വെട്ടിപ്പും തുടങ്ങിയത്. ആ കാലത്ത് ദേവസ്വത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന്റെ നാഥനായിരുന്നത് പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ കാര്യസ്ഥൻ, ഒരു കുടുംബത്തിലെ കാര്യസ്ഥനായിട്ടിരിക്കുന്നത് N വാസു എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ആയിരുന്നു. ഈ പത്മകുമാർ നടത്തുന്ന കൊള്ളയ്ക്കും കള്ളങ്ങൾക്കും ഈ കാര്യസ്ഥൻ കൂട്ടുപിടിച്ചു.
അതിന്റെ പ്രത്യുപകാരം എന്ന രീതിയിൽ ഇന്നു വരെ ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാതിരുന്നൊരു കാര്യമാണ്. ദേവസ്വം കമ്മീഷണറായിട്ടിരുന്ന ആള് പെൻഷൻ പത്മകുമാർ മാറിയ അടുത്ത ദിവസം തന്നെ ദേവസ്വത്തിന്റെ പ്രസിഡന്റായി വന്നു. കാരണം ഇതൊരു പരസ്പര സഹായ സഹകരണ സംഘം തന്നെയാണ് ഈ നടപ്പാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ പിറകിലുള്ള തട്ടിപ്പുകൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ബാംഗ്ലൂരിൽ കൊണ്ട് ഈ സ്വർണ്ണപ്പാളിയും ചെമ്പുപാളിയും ഒക്കെ പ്രദർശിപ്പിച്ചു. കർണാടകയുടെ പല ഭാഗങ്ങളിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെ പ്രദർശിപ്പിച്ചു. അപ്രകാരം ബാംഗ്ലൂരിൽ പ്രദർശിപ്പിച്ച വകയിൽ കിട്ടിയ പണമുണ്ട്. ആ പണം കഴിഞ്ഞ ദിവസം കായംകുളത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിലെ മെമ്പറായിട്ടുള്ള അജികുമാറിന്റെ സ്വന്തം സ്ഥലത്ത് 2 പേർക്ക് വീട് വെച്ചു കൊടുക്കുകയും ശ്രീ അജികുമാർ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് ചുറ്റുവിളക്ക് സമർപ്പിക്കുകയും ചെയ്തു. ആ നോട്ടീസിനകത്ത് എഴുതിയിട്ടുണ്ട് ബാംഗ്ലൂരിലെ ചില ഭക്തന്മാരാണ് ഈ 2 വീടുകൾ സമർപ്പിച്ചിരിക്കുന്നത്. ആ ഭക്തന്മാരുടെ പേരില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ താക്കോൽ കൈമാറുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെയൊക്കെ ഒരു കോക്കസ് വളരെ വലുതാണ്. പണം ഇവരൊക്കെ വീതിച്ചെടുക്കുകയാണ്. അതിന്റെ മറവിൽ സാധുക്കൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അപ്രകാരം 1-2 രൂപ കൊടുത്തൊരു വീട് വെക്കാൻ സാധിക്കില്ലല്ലോ. ലക്ഷങ്ങൾ മുടക്കണമല്ലോ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ. ആ ലക്ഷങ്ങൾ മുടക്കിയ ഭക്തന്മാർ ഇപ്പോൾ അവസാനിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ അകത്ത് ഈ കണക്കുകൾ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നുകൂടി ഇതിനകത്ത് അന്വേഷിക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിൽ കൂടെ പോകുമ്പോൾ നിലവിലുള്ള പ്രശാന്തും അജികുമാറും ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡിലെ മെമ്പർമാര് ഇത് കള്ളൻ കപ്പലിലല്ല, കള്ളന്മാരാണ് കപ്പിത്താന്മാരായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണം കൊണ്ടൊന്നും ഇത് തീരില്ല. കേരളത്തിലെ ഭക്തജന സമൂഹം, BJP എന്നൊന്നും ഞാൻ പറയത്തില്ല, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലെ ഭക്തജന സമൂഹം എന്തുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് ട്രെഡ്മില്ലിൽ ഓടുമ്പോൾ ഫോൺ നോക്കരുത്? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ട്രെഡ്മില്ലിൽ ഓടുമ്പോൾ ഫോൺ നോക്കരുത് എന്ന് നാട്ടുകാരെ ഉപദേശിക്കുന്നുണ്ട്. നീണ്ട പോസ്റ്റുകൾ ഇടുന്നു, ട്രെഡ്മില്ലിൽ ഓടുമ്പോൾ ഫോൺ നോക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് പറയാൻ പോലും ഇല്ല, ഫേസ്ബുക്കിൽ പോലും ഒരു കുറിപ്പില്ല. മാധ്യമത്തിലെ ചർച്ചയിൽ ഒരു ഇടതുപക്ഷ പ്രതിനിധി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. CCTVക്ക് അകത്ത് ഇരുത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. താങ്കളുടെ മാധ്യമം ഉൾപ്പെടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന മൃഗീയമായ പീഡനങ്ങളുടെ ചില വീഡിയോസ് പുറത്തുവിട്ടല്ലോ. ബാക്കി വീഡിയോസ് എന്താ വരാത്തത്? പോലീസ് സ്റ്റേഷനിലെ എല്ലായിടവും ഒന്നും ഇല്ലല്ലോ CCTV. അവിടെ കൊണ്ട് കുണിച്ചു നിർത്തി ഇടിച്ചാൽ CCTV വരത്തില്ല. ദേവസ്വം ബോർഡിന്റെ നന്ദൻകോട്ടെ ആസ്ഥാന മന്ദിരത്തിലെ CCTV ഇല്ലാത്ത പല മുറികളിലും ഇരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഠിപ്പിച്ച് രംഗത്തേക്ക് ഇറക്കുകയാണ്. പിണറായിയെ രക്ഷിക്കാൻ, കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാൻ, പത്മകുമാറിനെയും വാസുവിനെയും ഇപ്പോഴത്തെ പ്രശാന്തിനെയും അജികുമാർ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ രക്ഷിക്കാനുള്ള കോച്ചിങ് ക്ലാസ് നടത്തുകയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ പി കെ ഗോപൻ ഈ സംഭവങ്ങൾ ഹൈക്കോടതി വഴി പുറത്തു വന്നിട്ട് ഇപ്പോൾ എത്രയോ ദിവസമായി. സ്വർണം നഷ്ടമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പത്മകുമാർ പറയുന്നു അത് ചെമ്പുപാളിയായിരുന്നു, അതിൽ സ്വർണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒരു സ്വർണ്ണത്തിലും ക്രമക്കേട് നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം മറ്റു ചിലർ പറയുന്നു അങ്ങനെയല്ല, വിജയ് മല്യ സ്വർണ്ണപാളി കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു കൃത്യതയില്ല, ഒരു നിലപാടുമില്ല. സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു FIR ഇല്ല? ഞാനിവിടെ ഉയർത്തിയ ചർച്ചകൾ ഒന്നും തന്നെ കേട്ടില്ല. മറ്റൊരു ചാനലിൽ നിന്ന് ലേറ്റായിട്ടാണ് കയറിയത്. ഈ ക്വസ്റ്റ്യൻ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. സ്വർണം നഷ്ടപ്പെട്ടതായിട്ടാണല്ലോ നമ്മുടെ മുമ്പിൽ വരുന്ന ചില വിശദീകരണങ്ങൾ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം, അതുപോലെ മറ്റ് ചില കമൻസുകൾ, ചില വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് പുറത്തു വന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്നിടത്തോളം വിവരങ്ങൾ. സ്വാഭാവികമായിട്ടും ശബരിമലയിൽ സ്വർണത്തെ സംബന്ധിക്കുന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. എന്നാൽ ഇതിനകത്ത് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം ഇത് 2025 ഒരു സംഭവം, 2019 ഒരു സംഭവം, ഇതുകൂടാതെ 1998-99 ഈ അടുത്ത കാലത്ത്, അതൊരു 25 കൊല്ലത്തെ സംഭവങ്ങളാണ്. അവിടെ വിജയമല്യ പൂശി എന്ന് പറയുന്ന സ്വർണം, അത് അന്ന് പത്ര റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴുള്ള കുറച്ച് ഡേറ്റാസ് ഉണ്ട്. ഇത്രയും വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ അവസാനം പറഞ്ഞ ബഹുമാന്യ സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാർ കൊണ്ടു കടന്ന് പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങളെ വികലമായി കാണാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മോട്ടീവ് എന്തായിരുന്നു? അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറക്കിയ ഒരു നമ്പർ അദ്ദേഹത്തിന് തിരിഞ്ഞു കുത്തുകയാണ് ഉണ്ടായത്. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ആരോപണം ഉന്നയിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയമേ തോന്നിയ ഒരു ആരോപണമല്ലത്. അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചൊരു 26 ഹൈന്ദവ സംഘടനകൾ, ഇപ്പം നിങ്ങൾക്കൊക്കെ അവർ ചെറുതായിട്ട് ചിലപ്പോൾ തോന്നും, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെയുള്ള 26 ഹൈന്ദവ സംഘടനകൾ
അയ്യപ്പ സംഗമത്തെ പോസിറ്റീവായിട്ട് കണ്ടു. അത് കേരളത്തിൽ മതേതരത്വം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ട് നടത്തിയ 2 പ്രഖ്യാപനമുണ്ട്. യഥാർത്ഥത്തിൽ കേരളം സ്വർണം പോലെ ചർച്ച ചെയ്യേണ്ടുന്ന 2 വിഷയമാണ്. ബഹുമാന്യരായ മീഡിയ വൺ ഭാരവാഹികൾക്ക് പോലും അത് ഗൗരവമായിട്ട് തോന്നുന്നില്ല എന്നുള്ളത് കുറച്ച് കഷ്ടമാണ്. കാരണം അവിടെ വാവരുസ്വാമിയുമായി ബന്ധപ്പെടുത്തിയും അതുപോലെ ശബരിമലയിൽ ചെങ്കോട്ടുകോണ സ്വാമിയെ കൊണ്ടുവന്ന് അവിടെ സെക്കുലർ ഇടമല്ല എന്ന് പ്രഖ്യാപിച്ചതും ശബരിമലയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. കേരളത്തിൽ വളരെ ദൂരവ്യാപകമായി ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണത്. അപ്പം ശബരിമലയെ നിങ്ങളിങ്ങനെ സെക്കുലർ ഇടമാക്കി മാറ്റണ്ട, അത് ഞങ്ങൾ കമ്മ്യൂണൽ ഇടമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞു നോക്കി. പക്ഷേ കേരളം അത് ഏറ്റെടുത്തില്ല. കേരളം അതിൻ്റെ പുറകെ പോയില്ല. പിന്നെന്താണ്? അത് കഴിഞ്ഞപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിവാദമായിട്ട് വന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പം മാത്രമല്ല 2003 മുതൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് 2003 മുതലോ അല്ലെങ്കിൽ 98 വിജയമല്യ പൂശിയപ്പം മുതലോ ഈ വിജയമല്യ ശുദ്ധാത്മാവാണോ? വിജയമല്യ ഇപ്പം എവിടെയാണ് ഉള്ളത്? ഈ വിജയമല്യ സ്വർണം കൊടുത്ത് അയ്യപ്പനെ വശത്താക്കാനൊക്കെ പരിശ്രമിച്ചു, നല്ലതായിരിക്കും. അദ്ദേഹം സ്വർണം കൊടുത്തത് ഭക്തർക്ക് ഇഷ്ടപ്പെട്ട് കാണും. പക്ഷേ വിജയമല്യ ഈ രാജ്യത്തെ 10,000-കണക്കിന് മനുഷ്യരുടെ വിയർപ്പുതുള്ളി അടിച്ചുകൊണ്ട് വിദേശത്ത് പോയി താമസിക്കുന്ന ആളാണ്. അയാളൊരു ക്രൂക്കറ്റ് മാനാണ്. അപ്പോൾ അയാൾ കൊടുത്തിട്ടുള്ള സ്വർണ്ണങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം കൊടുത്തിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ലിസ്റ്റ് പുറത്തു വരണം. എന്ത് വേണം? ഒരു നിമിഷം അങ്ങ് വിജയമല്യ റെഫർ ചെയ്തുകൊണ്ട് പറയാണ്. വിജയമല്യ ഈ സ്വർണം കൊടുക്കുമ്പോൾ കെ നയനാരാണ് കേരളം ഭരിക്കുന്നത്. തീർച്ചയായിട്ടും നയനാർ നിയമിച്ച ഒരു ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരിക്കും അവിടെ ഉണ്ടാവുക. ഈ കൊടുത്ത സ്വർണത്തിന് ദേവസ്വം ബോർഡിൽ കണക്ക് വേണ്ടേ? നയനാരുടെ കാലത്ത് വേണ്ടേ? പിന്നീട് പത്മകുമാറിന്റെ കാലത്ത് വേണ്ടേ? പ്രശാന്തിന്റെ കാലത്ത് വേണ്ടേ? ഇതിന് കണക്ക് എവിടെയാണ്? അല്ല, അതാണല്ലോ പറഞ്ഞു വരുന്നത്. ശ്രീ കെ നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വിജയമല്യ ഇത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഈ പത്മകുമാറിൻ്റെ പേര് മാത്രമേ സാറിന് അറിയാവൂ. അതിനുശേഷം വന്ന അനന്തഗോപൻ്റെ പേര് മാത്രമേ അറിയാവൂ. ഇതിനിടയിൽ വന്ന കുറേ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ദേവസ്വം മന്ത്രിയുടെ സഹോദരനെ അവിടുന്ന് പിരിച്ചുവിടേണ്ടി വന്നു. നേരത്തെ ഇരുന്ന UDFന്റെ കാലത്ത് ദേവസ്വം മന്ത്രിയുടെ സഹോദരനെ ശബരിമലയിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് ഉപയോഗിച്ചും അവിടുത്തെ സംവിധാനം അതിനുശേഷം ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രിയുടെ സഹോദരനോ ആരുമാവട്ടെ, UDF നിയമിച്ചപ്പോൾ ഒരു ദേവസ്വം ചെയർമാൻ ആവട്ടെ, ആരുമാവട്ടെ പിടിക്കണം. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, ആ സമയത്ത് നയനാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയമല്യ സ്വർണം കൊടുക്കുമ്പോൾ നയനാർ നിയമിച്ച ദേവസ്വം ബോർഡ് അധ്യക്ഷനുണ്ട്. ഇത്ര കിലോ സ്വർണം വിജയമല്യ തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ രേഖയുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പത്മകുമാറിന് അത് ചെമ്പാണെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ മാഷേ, ഞാൻ പറഞ്ഞു വന്ന അതല്ല. ശബരിമലയിൽ മിനിമം 98 വിജയമല്യ പൂശിയെടുത്തെന്നെങ്കിലും അന്വേഷണം തുടങ്ങണം. അപ്പോൾ ആരൊക്കെയാണ് അതിനുശേഷം? ഇപ്പോൾ ഇനി ഒന്നുകൂടെ പറയാം. ഇപ്പോൾ 2019 അവിടുന്ന് വിജയമല്യ പൂശിയ സ്വർണ്ണപാളികൾ പുറത്തുപോയി, അല്ലെങ്കിൽ അത് ചെമ്പായിട്ട് പുറത്തു വന്നു. അവിടെ ഒരു ചെറിയ വിഷയമുണ്ട്. വിജയമല്യ ഏതൊക്കെ ഉപകരണങ്ങളിലാണോ, അവിടെ വാതിലുകളുണ്ട്, ദ്വാരപാലക ശില്പങ്ങളുണ്ട്, ദാരുശില്പങ്ങളുണ്ട്, മകുടമുണ്ട്, കിരീടമുണ്ട്, റൂഫുണ്ട്, മേൽക്കൂരയുണ്ട്, ഭരണികളുണ്ട്, തൂണുകളുണ്ട്, വാതിൽപ്പാളികളുണ്ട്. ഇവിടെ എവിടൊക്കെയാണോ അദ്ദേഹം സ്വർണം പൂശിയത് അതെല്ലാം പുറത്തു പോയിട്ടില്ല. അപ്പോൾ അവിടുത്തെ സ്റ്റോക്കിൽ ഏതൊക്കെ സ്വർണം രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഇപ്പോൾ വന്ന ദേവസ്വം ബോർഡ് നല്ലൊരു സ്റ്റോക്ക് എടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ അവർ ഭാവിയിൽ അപകടം വരാതിരിക്കാൻ വേണ്ടി ചെന്നൈയിലുള്ള ഒരു കമ്പനിയുമായിട്ടൊരു സോഫ്റ്റ്വെയർ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. വിജയമല്യ സ്വർണം കൊടുത്ത സമയത്ത് സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടോ? അതിൽ കണക്കുണ്ടോ? അങ്ങനെ ഒരു കണക്കുണ്ടെങ്കിൽ തർക്കമൊന്നുമില്ലല്ലോ. ഉണ്ട്. പിന്നെ എങ്ങനെയാണ് പത്മകുമാർ പറയുന്നത് എന്റെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ടത് ചെമ്പ് തകിടാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പത്മകുമാർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല നിങ്ങൾ പറയുന്നത്. പത്മകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. പത്മകുമാറിനെ ഒരു ഏജൻസി വിളിച്ച് അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ സമാഹരിക്കുമ്പോൾ അത് കണക്ട് ചെയ്ത് പറയും. അത് ഒരു പ്രാവശ്യത്തെ വിഷയമല്ല, അന്ന് പഴയത് മുതലുള്ള കണക്ട് ചെയ്ത് പറയും. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നന്നായിട്ട് ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിക്കുക മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണെന്നുള്ള അദ്ദേഹത്തിന്റെ ടെലിഫോൺ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻസ്, അദ്ദേഹത്തിന്റെ മറ്റ് കെ നയനാരുടെ കാലത്തിന് ശേഷം ആന്റണി വന്നു, ഉമ്മൻചാണ്ടി വന്നു, അതിനുശേഷം VS അച്യുതാനന്ദൻ വന്നു, വീണ്ടും ഉമ്മൻചാണ്ടി വന്നു. അപ്പോൾ ഇതിനിടയിൽ 2 UDF സർക്കാരുകൾ വന്നിട്ടുണ്ട്. ഈ UDF സർക്കാരുകളുടെ കാലത്താണ് മോഷണം പോയതെങ്കിൽ നിങ്ങൾക്കത് ആരോപിക്കാം. പക്ഷേ
അതിന് കണക്ക് വേണം. അതിനുശേഷം ഇപ്പോൾ VS-ന്റെ കാലത്ത് ദേവസ്വം മന്ത്രി അന്ന് G. സുധാകരനാണ്. G. സുധാകരൻ ദേവസ്വം മന്ത്രി ആയിരിക്കും. അവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ ധൈര്യമുള്ള ഒരു ദേവസ്വംകാരൻ ഉണ്ടാവുമോ, ഒരു ദേവസ്വം ഭാരവാഹി ഉണ്ടാവുമോ എന്നുള്ള സംശയമാണ്. അഴിമതിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പിന്നീട് ദേവസ്വത്തിൽ നിന്ന് മാറേണ്ടി വന്നു, അത് വേറെ കാര്യം. പക്ഷേ എപ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടത് എന്ന് ഇതിനിടയിലുണ്ടായ LDF സർക്കാരിൻ്റെ കാലത്തെങ്കിലും തിരിച്ചറിയണ്ടേ? അല്ല, അതിൽ തർക്കമില്ലല്ലോ. നമ്മളിപ്പോൾ അതിനകത്ത് കൺക്ലൂഷൻ എത്താൻ പറ്റുമോ? അതായത് UDF-ന്റെ ഭരണസമിതിയുടെ കാലത്തും LDF മാറി മാറി ഭരിച്ച സ്ഥിതിക്കാണ്. അതുകൊണ്ടാണ് സാർ പറയുന്നത് ഇത് സമഗ്രമായ അന്വേഷണം 2000 മുതലെങ്കിലും അല്ലെ 98 മുതലെങ്കിലും ഉണ്ടാകണം. അത് ഏത് ഏജൻസി ആയാലും തർക്കമില്ല. ഇപ്പം CBI സംബന്ധിച്ച് മറ്റു ചില ആക്ഷേപങ്ങളൊക്കെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ CBI ആണോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത്? അവിടെ തർക്കമില്ല. ക്രൈംബ്രാഞ്ചിനെയാണോ അതോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണോ? ഏതിനും ഗവൺമെന്റ് അന്വേഷിക്കണം. ഏതിനും ദേവസ്വം ബോർഡ് PK ഗോപൻ പറയുന്നു, സർക്കാരൊന്നും പറയുന്നില്ല. PK ഗോപൻ പറയുന്നത് CBI ആണെങ്കിലും അന്വേഷിച്ചോട്ടെ, പക്ഷേ FIR ഇടണ്ടേ? ഈ സ്വർണ്ണം നഷ്ടമായെന്ന് ഗോപൻ ഉൾപ്പെടെയുള്ള CPM വക്താക്കൾ പറയുന്നു. ഒരു FIR എന്താണ് ആവശ്യപ്പെടുന്നത്? അല്ല, ഒരു FIR എന്താണ് ആവശ്യപ്പെടുന്നത്? അതാണ് FIR ഇടാത്ത എന്താണ്? അല്ല, FIR ഇടാൻ ഇതെന്തായി പറയുന്നത്? കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ലേ അത്? അതിന് കോടതിയുടെ നിരീക്ഷണത്തിൽ പോലീസിന് FIR ഇടാൻ പാടില്ല. ഒരു നിമിഷം, ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണത്തിലുള്ള കേസാണ്. ദേവസ്വം കമ്മീഷനോട് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. സർക്കാരിന് ബോധ്യപ്പെടുകയാണ്. ഒരു നിമിഷം, സർക്കാരിന് ബോധ്യപ്പെടുകയാണ് സ്വർണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് FIR ഇട്ടൂടെ? കോടതിയുടെ നിരീക്ഷണത്തിന് മുമ്പാണെങ്കിൽ അങ്ങ് ചോദിക്കുന്ന ചോദ്യം കറക്റ്റാണ്. ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓരോ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടപെടട്ടെ, പുറത്തു വരട്ടെ, അവർ നിർദ്ദേശിക്കട്ടെ, ഇത് പോലീസ് കേസെടുക്കാൻ നിർദ്ദേശിക്കട്ടെ. അതല്ല, കോടതിയുടെ നിരീക്ഷണത്തിലല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഫസ്റ്റ് ഡ്യൂട്ടിയാണ് FIR ഇടൽ, ക്രൈം കേസ് എടുക്കൽ. കോടതിയുടെ നിരീക്ഷണം ഇല്ലെങ്കിൽ ആദ്യം ഗവൺമെന്റ് ചെയ്യേണ്ടതാ, അതിൽ തർക്കമില്ല. കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നത് കോടതി അവധിയിലാണെന്ന് കരുതുക, നിങ്ങൾക്ക് മനസ്സിലായി സ്വർണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം നടന്ന ഏറ്റവും പെട്ടെന്ന് അത് അന്വേഷണം തുടങ്ങുക എന്നുള്ളതാണ്. ഈ കോടതി കൂടി ഇനി കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ സ്വർണം കടത്തിയവരും അതിൻ്റെ തെളിവ് നശിപ്പിക്കാനുള്ള ഒരുപാട് സമയം കിട്ടിക്കഴിഞ്ഞു. ഇതെങ്ങനെയാണ് അന്വേഷിക്കുക? പിന്നെ ഈ സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ ഇത് തെളിയോ? ശ്രീ അജിംസെ, എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള വാദം ഉന്നയിക്കുന്നത്? ഹൈപ്പോത്തിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഉന്നയിച്ചൊരു പ്രശ്നത്തെ പരിഹരിക്കാതിരിക്കുകയാണോ? കോടതി അവധിയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കോടതിയുടെ അവധിയല്ല, കോടതി നിരീക്ഷണത്തിലായത്. കോടതിയുടെ സമഗ്രമായ നിരീക്ഷണത്തിലിരിക്കുന്നതും കോടതി ഒരു റിട്ടയർഡ് ജഡ്ജിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതുമായ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് എന്തുകൊണ്ട് എടുത്തു ചാടുന്നില്ലെന്ന് അങ്ങ് ചോദിക്കുന്നേ? അങ്ങനെ ചോദിക്കല്ലേ. കോടതി പറയട്ടെ, നിങ്ങൾ ഗവൺമെന്റ് ഇഷ്ടമുള്ള അന്വേഷണ ഏജൻസി ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കോടതി പറയട്ടെ ഇന്ന അന്വേഷണ ഏജൻസി. ഇവിടെ ആർക്കാ തർക്കം? കാരണം ഇതിനകത്ത് എല്ലാവരും പറയാറുള്ളത് പോലെ മടിയിൽ കനവില്ലെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. രണ്ട് കാര്യം അതിനകത്ത് കേട്ടോ. ഒന്ന്, ഈ സ്വർണം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇടതുപക്ഷ മെമ്പർമാർക്കോ ദേവസ്വം ബോർഡുകാർക്കോ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ നടപടി സ്വീകരിക്കും. അത് പൊതുജനങ്ങളുടെ മുമ്പിലും അത് വ്യക്തമാക്കും, നിയമത്തിൻ്റെ മുമ്പിലും അവരെ കൊണ്ടുവരും. രണ്ട്, ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം LDF-നെ പരിശീലിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് CPM-നെ പോലുള്ള സംഘടനകൾ പരിശീലിപ്പിച്ച് വിടുന്ന ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങ് നേരത്തെ G. സുധാകരൻ ഉദാഹരണം പറഞ്ഞല്ലോ. G. സുധാകരൻ എന്നൊരു വ്യക്തി മാത്രമല്ല, ഞങ്ങൾ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ മറ്റുള്ളവരുടെ സമ്പത്ത് അടിച്ചു മാറ്റുന്ന ഒരു രാഷ്ട്രീയ പരിശീലനം കൊടുക്കുന്നവരല്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ചെറിയ കേസ് പോലും പെട്ടാൽ, നിങ്ങൾ 70 രൂപയുടെ ഒരു ആക്ഷേപം ഓമനക്കുട്ടൻ്റെ പേരിൽ കൊണ്ടുവന്നല്ലോ. ആ ആക്ഷേപം വന്നപ്പോൾ അയാളുടെ പേരിൽ ഞങ്ങൾ നടപടി സ്വീകരിച്ചല്ലോ. 70 രൂപയേ ഉള്ളൂ. പിൽക്കാലം പിന്നീട് മാധ്യമങ്ങളെല്ലാം തിരിഞ്ഞത്, പിന്നെ അയാളെ തിരിച്ചെടുത്തു. 70 രൂപയുടെ പേരിൽ അയാളെ കുറ്റക്കാരനാക്കി, കള്ളക്കാരനാക്കി. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസമുണ്ട്. ദേവസ്വം ബോർഡ് ഏൽപ്പിക്കുന്നത് പാർട്ടിക്കകത്ത് താരതമ്യേന ഇക്കാര്യത്തിൽ നല്ലതുപോലെ ഇത് കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരും നാളെ ഈ നിയമത്തിന്റെ മുമ്പിൽ വരും. അതിൽ യാതൊരു തർക്കവുമില്ല. 26 സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചതാണ് അയ്യപ്പ സംഗമം. ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഒന്ന്, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ കേസുള്ളത്. അതുകൊണ്ട് സർക്കാരിന് ഏതെങ്കിലും ഏജൻസികൾ വെച്ചിട്ട് FIR ഇടാൻ പറ്റില്ല. കോടതി തീരുമാനിക്കട്ടെ. കോടതിയുടെ കംപ്ലീറ്റ് നിരീക്ഷണത്തിലാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി LDF-കാരാണ് ഇത് ചെയ്തതെങ്കിലും അവർക്കതിന് നടപടി സ്വീകരിക്കാൻ ഒരു തരം വൈമനസ്യവും CPM-നോ LDF-നോ ഉണ്ടാവില്ല എന്ന് ഉറച്ചു പറയുന്നു. ഇത് വളരെ സുതാര്യമായൊരു നിലപാടല്ലേ? എന്നോടാണോ ചോദ്യം? അതെ അതെ അനൂപ്. അജിംസ എന്നോടാണോ? അതെ അതെ അനൂപ്. ഇവിടെ CPM-ന്റെ പ്രതിനിധി തന്നെ അദ്ദേഹത്തിന്റെ അതെ CPM-ന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ വിഴുങ്ങുന്നത് വളരെ കൗതുകത്തോടു കൂടി ഞാൻ നോക്കുകയാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ?
വിജയ് മല്യയെ പോലെ കളങ്കിതനായ വ്യക്തി ഈ സ്വർണം തന്നെയാണോ സമർപ്പിച്ചത് എന്ന് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ച ആൾ അദ്ദേഹം. പിന്നെ താങ്കൾ ചോദിച്ചു EK നായനാരല്ലേ അന്ന് മുഖ്യമന്ത്രി, അപ്പോൾ സ്റ്റോക്ക് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതെ, സ്വർണം തന്നെയാണ്. ഒരു മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ്. അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലെന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും യുക്തിഭദ്രമായ ഒരു വാദം ഉന്നയിക്കാൻ പോലും ഇവിടെ CPM-ന്റെ പ്രതിനിധിക്ക് കഴിയുന്നില്ല. തുടക്കത്തിൽ അദ്ദേഹം തന്നെ പറയാണ് വിജയ് മല്യ സ്വർണം തന്നെയാണോ സമർപ്പിച്ചത് എന്ന് എന്ത് ഉറപ്പ് എന്ന് ചോദിക്കുന്ന അദ്ദേഹം തന്നെ പറയാണ് EK നായനാർ മുഖ്യമന്ത്രി. അല്ലല്ല, താങ്കൾ ചോദിച്ചില്ലേ? അദ്ദേഹം പറയുന്ന ഒരു കാര്യം കാണാനേ, അത് റിവൈൻഡ് ചെയ്ത് കാണാം. അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യരുത്. ശരി, താങ്കൾ ദുർവ്യാഖ്യാനം ചെയ്യല്ലേ? അല്ല, താങ്കൾ എന്താ പറഞ്ഞത്? അല്ല, ദുർവ്യാഖ്യാനം അനൂപ്, ഇതിൽ നിങ്ങൾ തർക്കിക്കേണ്ട കാര്യമില്ല. അതായത് വിജയ് മല്യ കൊടുത്ത സ്വർണത്തിന് വിജയ് മല്യ സ്വർണം കൊടുത്തോ ഇല്ല, ഇതിന് രേഖകളുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ പറഞ്ഞ് രേഖകളുണ്ട് എന്നാണ് പറയുന്നത്, കൊടുത്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. പേര് വന്നപ്പോ ഞാൻ കാലം അറിയില്ല സാർ. അല്ല അനൂപ്, പറയുന്നതിന് കണക്കുണ്ട്, അവിടെ സ്വർണം കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. പക്ഷെ സ്വർണം നഷ്ടമായത് ഏത് കാലത്താണ് അന്വേഷിക്കണം എന്നാണ് ഗോപം പറയുന്നത്. വിജയ് മല്യ കുറെ തട്ടിപ്പ്, വിജയ് മല്യയുടെ അദ്ദേഹം തൊലിപ്പിച്ചത് എന്താ? ഇനി അത് പോട്ടെ, അതൊരു വാദത്തിന് വേണ്ടി അത് പോട്ടെ. അദ്ദേഹത്തിന് കോടതിയോടുള്ള ബഹുമാനം വഴിഞ്ഞൊഴുകുകയാണ്. ഒരു ക്രിമിനൽ കുറ്റകൃത്യം നടന്നാൽ FIR ഉണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു കോടതിയുടെ അനുമതി ആവശ്യമില്ലാന്നേ. ഈ കോടതിയോട് വലിയ ബഹുമാനം പറയുന്ന ഇവർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയല്ലേ. ആഗോള അയ്യപ്പ സംഗമത്തിന് ഇവിടെ ദേവസ്വം ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് പൈസ കൊടുത്തില്ലേ? അപ്പൊ ഇവരുടെ കോടതിയോടുള്ള ബഹുമാനം കാശിക്ക് പോയോ? കോടതിയോടുള്ള ബഹുമാനമാണ് പറയുന്നത്. ഇത്ര വലിയ പ്രമാദമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് FIR എടുത്ത ആളുകൾ പറയുന്നത് കോടതി നിരീക്ഷിച്ചു വരികയാണ്. കോടതി പറയട്ടെ എന്നാണ് പറയുന്നത്. ഒരു കുറ്റകൃത്യം നടന്നാൽ നിയമത്തിൽ സാമാന്യ പരിജ്ഞാനമുള്ള ആളുകൾ, ലോ കോളേജിന്റെ പടി കയറിയ ആളുകൾക്കറിയാം ഒരു കുറ്റകൃത്യം നടന്നാൽ ആ ക്രൈം രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി പറയേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇവർ കോടതിയോടുള്ള അമിത വിനയം അങ്ങോട്ട് ഭാവിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം എന്താ പറയുന്നത്? കോടതി പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഈ സംഘപരിവാറിനെ പ്രതിരോധിക്കുകയാണെന്നേ. ഈ ചെങ്കോട്ടുകോണം സ്വാമിയുടെ വർഗീയതയെ പ്രതിരോധിക്കുക. ഏത് ചെങ്കോട്ടുകോണം സ്വാമി? വർഗീയതയിൽ ചെങ്കോട്ടുകോണം സ്വാമിയുടെ അപ്പന്റെ അപ്പനായ ഈ പറയുന്ന UP-യിലെ മുഖ്യമന്ത്രി ഇപ്പോഴും മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസർ കൊടുത്ത് നിരപ്പാക്കി കുടിക്കുക. എന്ത് പറയുന്നതിന്? ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ UP-യിലെ മുസ്ലിങ്ങളുടെ വീടുകൾ ഇപ്പോഴും ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യോഗി ആദിത്യനാഥിനെ ഇവിടെ കൊണ്ടുവന്ന് വാവർ സന്നിധാനമുള്ള ശബരിമലയിൽ കൊണ്ടുവന്ന് ശബരിമലയെ മലീമസമാക്കിയ ആളുകളാണ് ഞങ്ങൾ സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത്. അത് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങളും സംഘപരിവാറിന് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഇത്. നിങ്ങൾക്ക് സംഘപരിവാറിനെ പ്രതിരോധിക്കുകയാണെന്ന് നിങ്ങൾ പറയുകയും സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. വാവർ സന്നിധാനമുള്ള ശബരിമലയെ നിങ്ങൾ കളങ്കപ്പെടുത്തിയില്ലേ? ഈ ലോകത്തിന് തന്നെ മാതൃകയായ വാവർക്ക് ഇടം കൊടുത്ത സ്ഥലം മുസ്ലിങ്ങളെ ബുൾഡോസ് ചെയ്യുന്ന ആളെ കൊണ്ടുവന്ന് അവിടെ അയ്യപ്പനെ വേദനിപ്പിക്കുകയല്ല നിങ്ങൾ ചെയ്തത്. അയ്യപ്പ വിശ്വാസത്തെ അപമാനിക്കുകയല്ല ചെയ്തത്. ഇവിടെ വലിയ നിങ്ങളെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് അയ്യപ്പനോടോ അയ്യപ്പ വിശ്വാസത്തോടോ വിശ്വാസികളോടോ ഒരു താല്പര്യമില്ല. നിങ്ങളെ സംബന്ധിച്ച് അയ്യപ്പൻ എന്ന് പറഞ്ഞ പ്രദർശന വസ്തുവാ. അതാണ് നിങ്ങൾ ചെയ്തത്. കുറച്ച് ആളുകളെ നിങ്ങൾ ഇവിടെ ആളുകളെ തെരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്താ? ഇവിടെ ആളുകളെ കുറച്ച് പണക്കാരെ കൊണ്ടുവന്നു, എന്നിട്ട് അവരിൽ നിന്ന് പൈസ പിടിക്കുകയാണ്. ഇവിടെ പൗരപ്രമുഖർ എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും പിണറായി വിജയൻ മുതലാളിമാരെ കണ്ട പോലെ വിശ്വാസികളിൽ നിന്ന് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്തായിരുന്നു? 8 കോടി പിരിക്കുന്നത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇവന്റ് മാനേജ്മെന്റ്. ഞങ്ങൾ അഴിമതി നടത്തില്ല എന്നല്ല പറയുന്നത്. എന്തിനാണ് ഇവിടെ ഊരാളുങ്കലിന്റെ ഇവന്റ് മാനേജ്മെന്റിന് ഇവിടെ കൊണ്ടുവന്നത്? 3 കോടി രൂപയാണ് ഇവര് ഊരാളുങ്കലിന്റെ ഇവന്റ് മാനേജ്മെന്റിന് കൊണ്ടുവന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഊരാളുങ്കലിന്റെ ഇവന്റ് മാനേജ്മെന്റ് കൊണ്ടുവന്ന് 3 കോടി അടിച്ചു മാറ്റിയെന്നേ. ഈ ഊരാളുങ്കൽ സമം CPM സമം കണ്ണൂരിലെ CPM നേതാക്കന്മാരെന്ന് അറിയാത്ത ആളുകൾ ആരാണ്? ഇവിടെ ഊരാളുങ്കൽ എന്ന് പറഞ്ഞ ലോക തട്ടിപ്പ് സംഘത്തെ കേരളത്തിൽ പലപ്പോഴും ഉള്ള പല തട്ടിപ്പുകളിലും വളരെ പ്രകടമായി വന്ന ആരോപണ വിധേയനായിരിക്കുന്ന ഒരു ഇതിന്റെ പേരിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടാക്കി അതിനെ ഏൽപ്പിച്ച് ഇവർ തട്ടിപ്പ് നടത്തിയിരിക്കുക. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അയ്യപ്പൻ എന്ന് പറയുന്നത് തട്ടിപ്പിന്റെ വലിയൊരു ബിംബമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ശബരിമലയിലെ തട്ടിപ്പ് കേന്ദ്രമാക്കാനാണ് മാറ്റുന്നത്. ഇതിപ്പോ ഇവരുടെ ഇടയിൽ തന്നെ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങി. ഞാനുള്ളപ്പോഴുള്ള തട്ടിപ്പെന്ന് ദേവസ്വം പ്രസിഡന്റുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾ രാഷ്ട്രീയ എതിരാളികളാണെന്ന് പറയാം. എന്താണ് സുധാകരൻ പറഞ്ഞത്? സുധാകരൻ ദേവസ്വം പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞത് എന്താ? സുധാകരൻ ഇവിടെ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ അഴിമതി രഹിതനാണ്, അഴിമതിക്ക് അതീതനാണ് എന്ന് നമ്മളൊക്കെ കരുതുന്ന സുധാകരൻ 1-2 ദിവസമായിട്ട് പറയുന്നത് എന്താ? അത് സുധാകരൻ പറയുന്നത് കേരളത്തിലെ പബ്ലിക്കിന്റെ പൾസാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആശങ്കയാണെന്നേ.
ഇവരെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. അയ്യപ്പനെ കേന്ദ്രീകരിച്ച് ഒരു വലിയ സാമ്പത്തികമായ തട്ടിപ്പ്, ഒരു വലിയ രാഷ്ട്രീയമായ ധ്രുവീകരണം നടത്താനുള്ള വലിയ പദ്ധതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷെ അത് പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. അതിഥികളിലേക്ക് തിരികെ. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇവിടെ പി കെ ഗോപൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു കാര്യം സമ്മതിക്കുന്നു, വിജയ് മല്യ സ്വർണം കൊടുത്തിട്ടുണ്ട്, അതിന് രേഖകളുണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ സമ്മതിക്കുന്നു. പിന്നീട് ഈ സ്വർണം പോയത് എപ്പോഴാണെന്ന് അന്വേഷിക്കണമെങ്കിൽ അത് വിജയ് മല്യ കൊടുത്ത സമയം മുതൽ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. കാരണം ഇതിന് ഇടയിൽ എപ്പോഴോ ഇത് നഷ്ടമായിട്ടുണ്ട് എന്നാണ് ഗോപൻ സംശയിക്കുന്നത്. അങ്ങയുടെ ഒരു നിരീക്ഷണം എന്താണ് ഇക്കാര്യത്തിൽ? കെ ഗോപന് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം വളരെ കൗതുകരമായിട്ട് തോന്നി. അദ്ദേഹം വളരെ നിലവാരത്തോടുകൂടി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശബരിമലയിൽ നടന്ന അല്ലെ പമ്പയിൽ നടന്ന ആഗോള ഭക്ത സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ശബരിമല വിവാദം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട നാൾ വഴികളെ പറ്റി വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടാണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിലെ അല്ലെങ്കിൽ പമ്പയിൽ നടന്ന അയ്യപ്പന്മാരുടെ സംഗമത്തിന്റെ തീയതി എന്നായിരുന്നു ശ്രീ പി കെ ഗോപൻ? ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള വിവാദങ്ങളുടെ തുടക്ക ദിവസം എന്ന് പറയുന്നത് 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി ചന്ദ്രഗ്രഹണ ദിവസമാണ്. നട അടച്ച ശേഷം പൂശിയ പാളികൾ ഇളക്കിക്കൊണ്ടു പോയത്. തൊട്ടടുത്ത ദിവസം തന്നെ ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു, ഞാൻ അറിയാതെയാണ് ഇത് പോയത്. അപ്പോൾ ശബരിമലയിലെ ഈ വിവാദം ഉണ്ടായത് എന്നാണ്? ശബരിമലയിലെ ഭക്തസംഗമം ഉണ്ടായത് എന്നാണ്? ശബരിമലയിലെ ഭക്തസംഗമത്തിന്റെ ശോഭ കെടുത്താനാണെന്നാണ് താങ്കൾ പറഞ്ഞത്. എന്ത് ശോഭയായിരുന്നു അതിനുണ്ടായിരുന്നത്? ഒരു ശോഭയോടെ ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും വലതുപക്ഷത്തിന്റെ പ്രതിനിധിയും ഈ ചർച്ചയിലെ വിഷയത്തിൽ നിന്ന് മാറുകയാണ് ചെയ്തത്. പമ്പയിലെ സംഗമത്തിന് ബദലായിട്ടൊന്നുമല്ല പന്തളത്ത് സംഗമം നടത്തിയത്. പന്തളത്തെ സംഗമത്തിൽ ഒരു സ്വാമി പ്രസംഗിച്ചതിനെതിരെയാണ് ഈ കോൺഗ്രസ് പ്രതിനിധി സംസാരിച്ചതെങ്കിൽ ശ്രീ പി കെ ഗോപൻ സംസാരിച്ചത് എരുമേലിയിലെ വാവരുടെ നടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് ഈ രണ്ട് പ്രതിനിധികളും നടത്തിയിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ തന്നെ എല്ലാവരും സമ്മതിച്ച് അവിടെ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ എപ്രകാരമാണ് ഇത് നടക്കുന്നത്? ഈ ദേവസ്വത്തിന്റെ രൂപീകരണത്തിന്റെ 75-ാം വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ പമ്പയിൽ സംഗമം നടന്നത്. ഈ 75 വർഷമായ ദേവസ്വം ബോർഡിന്റെ നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ 50-60 വർഷമായ നിയമങ്ങളുണ്ട്. അന്നത്തെ കാലത്തിന് അനുസൃതമായി ഉണ്ടാക്കിയ നിയമങ്ങളിൽ ഇന്നും ധാരാളം പഴുതുകൾ കിടക്കുകയാണ്. ആ പഴുതുകൾ കണ്ടെത്തിയിട്ട് ആ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം നടത്താൻ കേരളത്തിൽ മാറി മാറി ഭരിച്ചിട്ടുള്ള ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും നാളിതുവരെ സാധിച്ചില്ല എന്നുള്ളിടത്ത് തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കവും ഉണ്ടാകുന്നത്. ഈ ദേവസ്വം മാനുവൽ ആയിക്കൊള്ളട്ടെ, ദേവസ്വം നിയമമായിക്കൊള്ളട്ടെ, കള്ളന്മാർക്ക് വേണ്ടിയുള്ള ഒരു നിയമമാണ്. ആ കള്ളന്മാരെ സംരക്ഷിക്കാൻ, കള്ളൻ കപ്പലിൽ എന്നല്ല പ്രയോഗം വേണ്ടത്, കള്ളന്മാരാൽ നയിക്കപ്പെടുന്ന കപ്പലിനകത്താണ് ഇവരെല്ലാം ഉള്ളത്. കോടികളുടെ പൈസയാണ് ഇതിന്റെ മറവിൽ അടിച്ചു കൊണ്ടുപോകുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കേണ്ടത്. ഈ വിഷയങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ CPM-ന്റെ പ്രതിനിധി മുൻ ദേവസ്വത്തിലെ ഒരു മന്ത്രിയുടെ സഹോദരനെ പറ്റി പറഞ്ഞു, ഒരു പാത്രക്കള്ളൻ. കോടിക്കണക്കിന് രൂപയാണ് VS ശിവകുമാറിന്റെ സഹോദരനായിട്ടുള്ള VS ജയകുമാർ എന്ന് പറയുന്ന ദേവസ്വത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന് ഈ ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയത്. നിലയ്ക്കലില് അന്നദാനം നടത്തിയ വകയില് കോടിക്കണക്കിന് രൂപയാണ് കഴിഞ്ഞതിന്റെ 2 വർഷങ്ങൾക്ക് മുമ്പ് നിലയ്ക്കലിലെ അന്നദാന സേവാ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിലെ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ മുഖം മൂടിയിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം നിലയ്ക്കലിൽ പെട്രോൾ പമ്പ് നടത്തുന്നുണ്ട് ദേവസ്വം ബോർഡ് നേരിട്ട്. ആ ദേവസ്വം ബോർഡ് നടത്തുന്ന പെട്രോൾ പമ്പിൽ 40 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. അങ്ങനെ ശബരിമലയിലെ ചൂല് തൊട്ട് ആന വരെ സർവ്വ മേഖലകളിലും തട്ടിപ്പ് നടക്കുന്ന ഒരു കേന്ദ്രമായി മാറുമ്പോൾ അതിനൊക്കെ കുട പിടിച്ചിട്ടുള്ളത് ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ CPM-ഉം തന്നെയാണ്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയ ആദ്യ തവണ ആചാരനായിട്ടുള്ള മന്നത്ത് പത്മനാഭനായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. അതിനുശേഷം വന്നിട്ടുള്ള മിക്കവാറുമുള്ള എല്ലാ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ തന്നെ ഒരു ധാർമ്മികതയും ഇല്ലാത്ത വ്യക്തികളാണ്. ഈ അടുത്ത കാലത്തായി കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ അധ്യക്ഷ സ്ഥാനം കാല് മാറി വരുന്നവർക്ക് വേണ്ടി റിസർവേഷൻ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇപ്പോഴത്തെ അധ്യക്ഷനെ തന്നെ നോക്കൂ, ശ്രീ പ്രശാന്ത്. അദ്ദേഹം കഴിഞ്ഞ കുറെ കാലത്തിന് മുമ്പ് വരെ KPCC-യുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് വഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് എടുത്ത് അദ്ദേഹത്തിന് ദേവസ്വം
ബോർഡിന്റെ അധ്യക്ഷനാക്കി മാറ്റി. BJP-യിലെ സ്ഥാനമാനങ്ങൾ കിട്ടാതെ എന്തോ കുഴപ്പം കാണിച്ചത് നിമിത്തം OK വാസു മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി BJP-യിൽ നിന്ന് ചാടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ മലബാർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനാക്കി. അങ്ങനെ ധാർമ്മികതയില്ലാത്ത കള്ളന്മാരാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന, കള്ളന്മാർക്ക് വേണ്ടി ഭരണം നടത്തുന്ന കള്ളന്മാരുടെ ഒരു കൂട്ടായ്മയായി കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ കള്ളന്മാരെന്ന് വിളിക്കരുത്. വാസു മാസ്റ്റർ പാർട്ടി മാറിയെന്നേ ഉള്ളൂ. കേട്ടില്ല. വാസു മാസ്റ്റർ കള്ളൻ എന്നൊക്കെ വിളിക്കാവോ? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ല. അല്ലല്ല, വാസു മാസ്റ്ററെ കള്ളൻ എന്നല്ല ഞാൻ പറഞ്ഞ. കാലുമാറികൾ, ധാർമ്മികതയില്ലാത്ത അദ്ദേഹം കള്ളനാണോ ഇല്ലയോ എന്ന് ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാകട്ടെ. ഈ മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആരോപണങ്ങൾ വരുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആര് കള്ളം കാണിച്ചാലും ദേവസ്വത്തിന്റെ സ്വത്ത് ആരടിച്ചെടുത്താലും അവരൊക്കെ കള്ളന്മാർ തന്നെയാണ്. അതിനകത്ത് ഞാൻ രാഷ്ട്രീയം കാണുന്നില്ല, സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശബരിമലയെ മാത്രമായിട്ട് നമ്മൾ ഈ ചർച്ച ഒതുക്കരുത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർവ്വ ക്ഷേത്രങ്ങളിലും തട്ടിപ്പും വെട്ടിപ്പുമാണ് നടക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് പറയാം അജിൻസ്. താങ്കൾക്ക് അറിയുമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഹൈന്ദവ ഭവനങ്ങളിൽ ചില നേർച്ചകൾ നടത്തും. ഇന്ന കാര്യം സാധിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന ദേവന് ഒരു 4 ഗ്രാമിന്റെ സ്വർണ്ണമാല കൊടുത്തേക്കാം, അല്ലെങ്കിൽ 1 ഗ്രാമിന്റെ ഒരു താലി ഞാൻ സമർപ്പിച്ചേക്കാമെന്ന് നേർച്ച നേരാറുണ്ട്. ആ നേർച്ച വിജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫലിക്കുകയാണെങ്കിൽ ആ വീട്ടുകാർ 4 പവന്റെ ഒരു മാല ഇപ്പോൾ എന്റെ വീടിനടുത്തുള്ള ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു എന്ന് കരുതുക. അവിടേക്ക് എന്റെ വീട്ടിലുള്ള ഒരാൾ ഈ 4 ഗ്രാമിന്റെ മാലയുമായിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്യുന്നത്? ഒരു മാല നടവരവായിട്ട് എഴുതും. രസീതിൽ മാനുവലായിട്ടുള്ള ഒരു രസീത് സ്വർണ്ണമാല എന്ന് മാത്രം എഴുതി എണ്ണം 1 കാണിക്കും. അതിനുശേഷം അവിടെ അതൊന്ന് ചാർത്തുമായിരിക്കും. പക്ഷെ അവിടെയാണ് തട്ടിപ്പ് തുടങ്ങുന്നത്. ഈ 4 ഗ്രാമിന്റെ മാറ്റിയിട്ട് അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള കള്ള കൂട്ടങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ആ 4 ഗ്രാം മാറ്റി 1 ഗ്രാമിന്റെ മുക്കുപണ്ടമോ അല്ലെങ്കിൽ 1 ഗ്രാം ഗോൾഡ് പൊതിഞ്ഞ ഒരു മാലയോ അവിടേക്ക് മാറ്റിയിട്ട് എണ്ണമാണ് കാണിക്കുന്നത്, ഗുണമല്ല, അളവല്ല കാണിക്കുന്നത്, അതിന്റെ ഫാഷൻ അല്ല കാണിക്കുന്നത്. ഇപ്രകാരം ധാരാളം കള്ളത്തരങ്ങൾ കാണിക്കുന്നു. ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റി എന്നൊരു പ്രസ്ഥാനമുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലുള്ള ഒരു സംഭവമാണ്. ശബരിമലയിലെ മണ്ഡല കാലമാകുമ്പോഴേക്കും പത്തനംതിട്ടയിലും നിലയ്ക്കലും പമ്പയിലും പന്തളത്തും അടൂരും ഒക്കെ ക്ലീനിങ് നടത്താൻ വേണ്ടി സാനിറ്റേഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് 1000-1500 ജീവനക്കാരെയാണ് കൊണ്ടുവരുന്നത്. 450 രൂപയാണ് അവർക്ക് പ്രതിദിന വേതനം കൊടുക്കുന്നതെന്നാണ് കണക്ക് വരുന്നത്. ഒരു കാലത്തും ഞാൻ കൃത്യമായി പറയുകയാണ്, 1000 പോയിട്ട് 750-800 പേരാണ് വരുന്നത്. കാരണം അക്കൗണ്ടബിലിറ്റി ഇല്ല. ഈ 800 പേർക്ക് വേണ്ടി 1500 പേരുടെ കള്ളക്കണക്ക് എഴുതിയിട്ട് അവർക്ക് ക്ലീൻ ചെയ്യാൻ ചൂല് മേടിച്ചു കൊടുത്തു, അവർക്ക് കിടക്കാൻ വേണ്ടി വിരി മേടിച്ചു കൊടുത്തു, തുടങ്ങിയ രീതിയിൽ കള്ളക്കണക്ക് എഴുതി കോടികൾ അവിടുന്ന് തട്ടിക്കുകയാണ്. അങ്ങനെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ തട്ടിപ്പ് നടത്താനുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു വേദിയാക്കി മാറ്റുന്നു എന്നുള്ള ഒരു നിർഭാഗ്യകരമായ അവസ്ഥയിലാണ് ഇത് കടന്നു പോകുന്നത്. ശബരിമലയിലെ ഈ തട്ടിപ്പ് മാത്രമല്ല അന്വേഷിക്കേണ്ടത്, ഇതിന്റെ പിറകിലുള്ള അന്തർ സംസ്ഥാന ബന്ധങ്ങൾ അന്വേഷിക്കണം. അടുത്ത കാലത്തായി കഴിഞ്ഞ 25 വർഷക്കാലമായി ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ ഇരുന്നിട്ടുള്ള വ്യക്തികളുടെ സ്വത്തിനെ പറ്റി അന്വേഷിക്കണം. ഒരു തട്ടിപ്പ് കൂടി, ഒരു തരികട കൂടി നടക്കുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ബാങ്കർ എന്ന് പറയുന്നത് ധനലക്ഷ്മി ബാങ്കാണ്. അതൊരു ഷെഡ്യൂൾഡ് ബാങ്കാണ്, നാഷണലൈസ്ഡ് ബാങ്ക് അല്ല. ഈ ശബരിമലയിലെയും ദേവസ്വത്തിലെയും പൈസ ഇടുന്നതിന്റെ പ്രത്യുപകാരം എന്ന രീതിയിൽ ഈ ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും കുടുംബാംഗങ്ങൾ, മക്കൾ, കൊച്ചുമക്കൾ, ചെറുമക്കൾ, അനന്തരവർ തുടങ്ങിയവർക്ക് വേണ്ടി ധാരാളം സീറ്റുകൾ ധനലക്ഷ്മി ബാങ്കിൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ വീടുകളിലെ ധാരാളം ആൾക്കാർ ധനലക്ഷ്മി ബാങ്കിൽ ജോലി ചെയ്യുന്നു. അതും ഈ അഴിമതിയുടെ ഭാഗം തന്നെയാണ്. അങ്ങനെ നിരവധിയായ ഉദാഹരണങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെടുത്തി മാത്രം പറയുമ്പോൾ 1252 വരുന്ന ബാക്കി തിരുവിതാംകൂർ ദേവസ്വത്തിലെ ക്ഷേത്രങ്ങളും ഇതേപോലുള്ള കള്ളങ്ങളുടെയും അഴിമതികളുടെയും വേദിയായി മാറുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ വിവാദ വിഷയത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ശബരിമലയിലെ ഏത് നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുമ്പോഴും മരാമത്ത് പണികൾ നടക്കുമ്പോഴും അവിടെ സ്പോട്ട് മഹസർ എന്ന് പറയുന്ന ഒരു സംവിധാനം തയ്യാറാക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ ചെയ്യുന്ന പ്രവൃത്തി, ഏതാണ് അവിടെ ചെയ്യുന്ന പ്രവൃത്തി? ആ സ്പോട്ട് മഹസറിൽ ഒപ്പിടേണ്ട പ്രധാന വ്യക്തി ആരാണെന്നറിയാവോ? തിരുവാഭരണം കമ്മീഷണറാണ്. ഒന്നാമത്തെ സാക്ഷി സ്പോട്ട് മഹസറിലെ. ഏറ്റവും അവസാനത്തെ സാക്ഷി ആരാണ്? ഈ ലോഹങ്ങളെ പറ്റി ആധികാരികമായി പറയാൻ എന്റെ അളവെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു ഗോൾഡ് സ്മിത്ത് ഉണ്ടാകണം. ഈ തട്ടിപ്പ് നടന്നപ്പോൾ തയ്യാറാക്കിയ സ്പോട്ട് മഹസറിനകത്ത് ഈ 2 വ്യക്തികളും ഒപ്പിട്ടിട്ടില്ല. ഈ 2 വ്യക്തികളും ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ കള്ളങ്ങൾ തുടങ്ങുന്നത്. ഈ മഹസർ കോടതിയിൽ ചെല്ലുമ്പോൾ
ചിലപ്പോൾ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം കൃത്യമായ മഹസർ സാക്ഷികൾ ഇല്ല. ചെമ്പാണോ സ്വർണമാണോ എന്ന് മൊഴി കൊടുക്കാൻ ബാധ്യസ്ഥനായ ഗോൾഡ് സ്മിത്ത് കൂറുമാറാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വളരെ ആസൂത്രിതമായി തട്ടിപ്പും വെട്ടിപ്പും നടത്തുകയാണ്. ചെറിയ പ്രശ്നമല്ല, വ്യാപകമായ പ്രശ്നമാണെന്നാണ് അനിൽ വിളയന്റെ ആരോപണം. ശ്രീ ഗോപൻ നോക്കൂ, ശബരിമല എന്ന ആരാധനാലയം കേന്ദ്രമാക്കി മറ്റൊന്ന് ദേവസ്വം ബോർഡുകൾ, കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രൊപ്പഗൻഡ സംഘപരിവാർ നടത്തുന്നുണ്ട്. അതിന് ചില സമയങ്ങളിലൊക്കെ സർക്കാർ മറുപടി പറയുന്നുണ്ട്. അതിൽ സംഘപരിവാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഈ വിശ്വാസികളല്ലാത്ത അധാർമികരായ രാഷ്ട്രീയക്കാർ ദേവസ്വം ബോർഡുകളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നതെന്നാണ്. ഇപ്പോൾ അനിൽ പറയുന്ന കാര്യം എത്രയോ പതിറ്റാണ്ടുകളായി RSSും സംഘപരിവാറും കേരളത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഇവർക്ക് ഇത് പറയാനിടയാക്കുന്ന കാരണം എന്താണ്? ഒരു കളവ് നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും ഇനിയും FIR ഇട്ടിട്ടില്ല. നിങ്ങൾ പറയാം കോടതിയുടെ നിരീക്ഷണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കോടതി പറയട്ടെ. കോടതി പറഞ്ഞിട്ടാണോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക? ഒരു ഭരണകൂടത്തിൻ്റെ ബാധ്യത അങ്ങനെയാണോ ശ്രീ ഗോപൻ? ശ്രീ അജിംസെ, രണ്ടുപേർക്ക് ഉദാരമായി അങ്ങ് ഒരുപാട് സമയം അനുവദിച്ചതിലുള്ള ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്കതിൽ വിഷമമില്ല. പക്ഷേ കാര്യങ്ങൾ പറയാൻ പൂർണ്ണമായി അവസരം തരണം. ഒന്ന്, ഞാൻ ആദ്യം ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അങ്ങ് ഉന്നയിച്ച പ്രശ്നമാണ്. അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വിജയമല്യയുടെ വിഷയം എടുത്തിട്ടത്. അപ്പോൾ വിജയമല്യ ഇത് സ്വർണം കൊടുക്കുമ്പോൾ EK നായനാരുടെ ഗവൺമെൻറ്റാണ് എന്ന് എനിക്ക് അറിയാൻ വയ്യാത്ത പ്രശ്നമൊന്നുമില്ല. അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, അന്ന് സ്വർണം കൊടുത്തതിന് ശേഷം 2-3 തവണ UDFൻ്റെ ഗവൺമെൻറ് വന്നിട്ടുണ്ട്, UDFൻ്റെ ഭരണം വന്നിട്ടുണ്ട്, LDFൻ്റെ വന്നിട്ടുണ്ട്. വിജയമല്യ കൊടുത്ത സ്വർണം എത്ര ബാക്കിയുണ്ട് എന്നുള്ളതും, അഥവാ ബാക്കിയില്ലെങ്കിൽ എത്രയാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടതെന്നും കണക്കുകൾ പരിശോധിച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് അവിടെ ഒരു സംശയത്തിൻ്റെയും പ്രശ്നം അതിനകത്തില്ല. രണ്ടാമത്, അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത് യോഗിയെ കൊണ്ടുവന്ന്, നിങ്ങളാരെങ്കിലും അറിഞ്ഞായിരുന്നോ യോഗിയെ ശബരിമലയിൽ കൊണ്ടുവന്ന കാര്യം? ഞങ്ങളാരും അറിഞ്ഞില്ല. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശബരിമലയിൽ അയ്യപ്പ സംഗമത്തിന് പങ്കെടുത്തതായിട്ട് കേരളത്തിലാരും അറിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ സന്ദേശമാണെങ്കിൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ എല്ലാ മുഖ്യമന്ത്രിമാരും. ആരെയാണ് താങ്കൾ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, ഗോപൻ പറഞ്ഞോട്ടെ അനൂപ്, അത് അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറയട്ടെ. ഞാൻ നിർത്തി. ഗോപൻ തുടരും പ്ലീസ്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലെ ഞാൻ എങ്ങനെ പറ്റിക്കുന്ന അജിംസെ? യോഗി ആദിത്യനാഥ് ശബരിമല വന്നോ? അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തോ? യോഗി ആദിത്യനാഥിന്റെ സ്റ്റേറ്റ്മെന്റാണ്, സന്ദേശമാണ് അവിടെ വായിക്കുന്നത്. അത് യോഗി ആദിത്യനാഥിന്റെ മാത്രമാണോ വായിച്ചേ? വടക്ക് കിഴക്കേ ഇന്ത്യയിലുള്ള മുഖ്യമന്ത്രിമാർക്കൊഴിച്ച് അവിടുന്ന് വളരെ അപൂർവമായിട്ട് ശബരിമലയിൽ ആളുകൾ വരുന്നുള്ളൂ. ശബരിമലയിലേക്ക് ആളുകൾ വന്നതും അയ്യപ്പ സംഗമത്തിന്റെ ക്ഷണിതാക്കളായിട്ടും രജിസ്റ്റർ ചെയ്ത് വന്നിട്ടുള്ളതുമായ ഓരോ സ്റ്റേറ്റിലെയും ഒരു പ്രാതിനിധ്യം വെച്ചിട്ടാണ് UPയിൽ നിന്ന് കുറച്ച് പേർ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് UP മുഖ്യമന്ത്രിയുടെ സന്ദേശം അവിടെ വായിച്ചത്. മാത്രമല്ല, ഈ സമയത്ത് അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കാൻ സംഘപരിവാർ സംഘടനകളും കോൺഗ്രസും തീരുമാനിച്ച സമയത്ത് സംഘപരിവാർ സംഘടനകളുടെ അപ്പോസ്തലന്റെ ഒരു സന്ദേശം അവിടെ വരിക എന്ന് പറഞ്ഞാൽ ഏത് ഗവൺമെൻറ് അത് വായിക്കാത്തത്? കേരളത്തിലെ BJPയും കേരളത്തിലെ സംഘപരിവാറും RSSന്റെ നിലപാടും ഇതിനെതിരായിട്ട് നിൽക്കുമ്പോൾ RSSന്റെ നേതാവായിട്ടുള്ള ഒരാൾ അതിന് സന്ദേശം അയക്കുകയാണ്. അപ്പോൾ അത് വായിക്കത്തില്ലേ? അതല്ലേ അവിടെ സംഭവിച്ചത്. പിന്നെയുള്ളത് എന്താ? നമ്മുടെ ഈ യോഗി ആദിത്യനാഥിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചതിൽ അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത ആളാണോ ഈ DK ശിവകുമാർ, കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി? പാടിയത് ഗണഗീതവാ. അജിംസിനോട് പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തണ്ടല്ലോ. ഇനി ഇന്ത്യ രാജ്യത്തെ 12 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പ്രവർത്തിക്കുന്നത് ഏത് പാർട്ടിയിലാണെന്ന് അറിയാമല്ലോ? BJPയിലാണ്. കോൺഗ്രസ് സംഭാവന ചെയ്ത 400ഓളം MLAമാർ MP മാർ BJPക്കകത്തുണ്ട്. അവരാണ് ഇവിടെ ഇരുന്നുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചതിനെ കുറിച്ച് ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇവിടെ സംഘപരിവാറിന്റെ പ്രതിനിധി ഇവിടെ ഉന്നയിച്ചൊരു പ്രശ്നം, കാലുമാറി ചെല്ലുന്നവരെ. നിങ്ങളുടെ മന്ത്രിസഭയിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ടെന്നറിയാവോ? നിങ്ങളുടെ MP മാരിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ടെന്നറിയാവോ? നിങ്ങളുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പേര് കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്ന അബ്ദുള്ളക്കുട്ടി എന്ന് പറയും. അപ്പോൾ ഈ കാലുമാറ്റക്കാർക്കെല്ലാം നിങ്ങൾ പ്രോത്സാഹനം കൊടുത്തു. നേരത്തെ അജിംസ് തന്നെ ചോദിച്ചതുപോലെ വാസുമാഷിനെ പോലുള്ള ഒരാൾ, അദ്ദേഹം BJPയിൽ നിന്ന ആളാണ്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം സാമ്പത്തികമായി ഉത്തരവാദികളാണ്, കുറ്റവാളികളാണ് എന്ന് ആക്ഷേപിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? അതുപോലെ കോൺഗ്രസ് പ്രതിനിധി അനൂപ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ അടിച്ചുമാറ്റൽ, ഈ വാക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഇടത്തെ പോക്കറ്റ് തപ്പി നോക്കിയ
അതിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളുടെ ചിത്രങ്ങൾ കാണാം. ചൂരൽമലയിലേക്ക് പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച പണം അടിച്ചു മാറ്റിക്കൊണ്ട്, ആ വാക്ക് ഞാൻ തിരിച്ചെടുത്തിടുകയാണ്, അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ. അവിടെ ആക്രി വറക്കിയും പേപ്പർ വിറ്റും പരിങ്കൽപ്പാറയിൽ പോയി പണിയെടുത്തും 20 കോടി രൂപ ഉണ്ടാക്കി അവിടെ വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ പേര് കമ്മ്യൂണിസ്റ്റ് യുവാക്കളെന്നാണ്. അതുകൊണ്ട് അടിച്ചുമാറ്റലിന്റെ കഥയൊന്നും ഇങ്ങോട്ട് ഇറക്കരുത്. ഇനി ഒരു കാര്യം കൂടി, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള NIC എന്നൊരു കമ്പനിയുമായി ഒരു സോഫ്റ്റ്വെയർ ധാരണയിലെത്തിയിട്ടുണ്ട്. അത് അയ്യപ്പ സംഗമത്തിന്റെ ബാക്കി പത്രമാണ്. അത് ശബരിമല ക്ഷേത്രത്തിനകത്ത് എന്തൊക്കെ സ്ഥാവര ജംഗമ വസ്തുക്കളുണ്ടോ, എത്ര പവൻ പൊന്നുണ്ടോ, എന്തെല്ലാം വസ്തുവകൾ വിലപിടിപ്പുള്ളതുണ്ടോ, വില പിടിക്കാത്തതുണ്ടോ, ഇതിൻ്റെ എല്ലാം രേഖകൾ തയ്യാറാക്കി അത് സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ പോവുക, വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ പോവുക. നാളെ 1 പവൻ സ്വർണം, 1 ഗ്രാം സ്വർണം അവിടെ നഷ്ടപ്പെട്ടാൽ അത് കണ്ടുപിടിക്കത്തക്ക സംവിധാനത്തിലേക്ക് പോവുക. ഒരു കാര്യം കൂടി, ശബരിമലയിൽ ശ്രീ അജിംസെ, നിങ്ങൾക്ക് ധാരണയുള്ളതായിരിക്കും, എങ്കിലും ഞാൻ പറയാം. ശാന്തിക്കാരെ പണ്ട് അവിടെ നിയമിക്കണമെങ്കിൽ ഈ ശാന്തിക്കാരെ എടുക്കുന്നത് ഒരു ലിസ്റ്റിൽ നിന്നാണ്, ഒരു ലിസ്റ്റിനകത്ത് നിന്ന് നറുക്കെടുത്തിട്ടാണ് എടുക്കുന്നത്. ആ ലിസ്റ്റിൽ വരാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും മെമ്പർമാർക്കും ലക്ഷക്കണക്കിന് രൂപ പാരിതോഷികം കൊടുത്തിട്ടാണ് ആ ലിസ്റ്റിൽ വന്നുകൊണ്ടിരുന്നത്. അത് അവസാനിപ്പിച്ചതാരാ? രണ്ടാമത്, ശബരിമലയിലെ ജീവനക്കാരെ നിയമിക്കുന്ന എങ്ങനായിരുന്നു? നേരിട്ട് ദേവസ്വം ബോർഡ് മെമ്പർമാർ പണം വാങ്ങി നിയമിച്ചുകൊണ്ടിരുന്നതാ. അത് മാറ്റി റിക്രൂട്ട്മെന്റ് ബോർഡ് കൊണ്ടുവന്ന് PSC മോഡലാക്കി യാതൊരു തരത്തിലുള്ള അഴിമതിയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആരാധനാ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തരുത് എന്ന വാശിയാണ് അവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്തത്. അതുപോലെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ എന്തൊക്കെ ആക്ഷേപം കൊണ്ടുവന്ന് ഏതെങ്കിലും അഴിമതി ആരോപണം നിലനിൽക്കുന്നുണ്ടോ? അതുകൊണ്ട് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും വിശ്വാസികളല്ലാത്തവർ കയറി സമ്പത്ത് മോഷ്ടിക്കുകയും വിശ്വാസികളായിട്ടുള്ള ആളുകൾ മോഷ്ടിക്കത്തില്ലെന്ന് ഇദ്ദേഹത്തിന് എവിടുന്നാ ധാരണ കിട്ടിയേ? ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസിയല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഇത് സംഘടിപ്പിച്ചവരെല്ലാം വിശ്വാസികളല്ലേ? പണ്ടിതെല്ലാം നടത്തിക്കൊണ്ടുപോയ, ഇതിൽ കുഴപ്പം വരുത്തിയിട്ടുള്ള ആളുകൾ അവിടുന്ന് പുറത്താക്കിയ മുൻ മന്ത്രിയുടെ സഹോദരൻ വിശ്വാസിയായിരുന്നില്ലേ? അപ്പോൾ ഈ ആരാധനാലയങ്ങൾ ബന്ധപ്പെട്ട് സമ്പത്ത് കൈ കിട്ടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന വിശ്വാസികൾ തന്നെ. അവിശ്വാസികളാരും ശബരിമല അമ്പലത്തിൽ കയറി കൈകാര്യം ചെയ്യുന്നില്ല. ഞങ്ങളവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊടുക്കുന്നത് വിശ്വാസിയെ നോക്കിയാ കൊടുക്കുന്നേ, മെമ്പർമാരെ കൊടുക്കുന്ന വിശ്വാസിയെ നോക്കിയാ. അല്ലെങ്കിൽ പിന്നെ CPMന്റെ ഏതെങ്കിലും സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാളെ അവിടെ കൊടുത്താൽ പോരായോ? CPMന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആരും ഇന്നുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നിട്ടില്ല. അപ്പോൾ അതിനകത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകളെ കൊടുത്തിട്ട് അവരെ ശ്രദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്, ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ CPMന്റെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അപ്പം നിങ്ങളിവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ, അങ്ങ് അതിൽ പിടിക്കാഞ്ഞേ? അവിടെ ബദൽ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു പിടിക്കാൻ എന്താ? അത് കേരളം ചർച്ച ചെയ്യേണ്ടതല്ലേ? സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ടതല്ലേ? കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആചാരങ്ങളുണ്ടോ അതിൽ മുന്നിൽ നിൽക്കുന്നത് അനന്തഗോപനും സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളല്ല സർ. അല്ലല്ല, അനന്തഗോപൻ വിശ്വാസിയാണ്. അനന്തഗോപൻ വിശ്വാസിയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ശബരിമലയിൽ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളിലെ പങ്കാളിത്തം നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കിയാട്ടെ മനസ്സിലാവും. അവിടുത്തെ വിശ്വാസവുമായിട്ട് ചേർന്ന് തന്നെ, അവിടുത്തെ ആചാരങ്ങളുമായിട്ട് ചേർന്ന് തന്നെയാണ് അദ്ദേഹം ആ ചുമതല നിർവഹിച്ചത്. അങ്ങനെയുള്ള ബോധ്യത്തിലാണ് ശ്രീ അനന്തഗോപൻ, അഡ്വക്കേറ്റ് അനന്തഗോപനെ ചുമതലപ്പെടുത്തിയത്. അല്ലെ, അതല്ലേ പറഞ്ഞേ, അനന്തഗോപൻ വിശ്വാസിയാണ്. സംസ്ഥാന നേതൃത്വവും സംസ്ഥാന കമ്മിറ്റി രണ്ടാണ്. സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. അതുകൊണ്ട് കമ്മിറ്റി സംസ്ഥാന നേതൃത്വം അല്ലെന്നല്ല ഞാൻ പറഞ്ഞേ. അനന്തഗോപനെ എക്സെപ്ഷണൽ കേസായിട്ട് എടുത്താൽ അദ്ദേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. ഈ വാവര് നടയുമായി ശബരിമലയിൽ ഒരു വിശ്വാസിക്കൊക്കെ സംസ്ഥാന കമ്മിറ്റി വരെ എത്താൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ CPM. എങ്ങനെ ഒരു വിശ്വാസിക്കൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്താൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അല്ല, നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണത്. കാരണം എന്താണെന്നറിയോ അജിംസെ, നിങ്ങളൊക്കെ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുകയാണ്. CPMൽ വിശ്വാസികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കാത്ത പാർട്ടിയല്ല, നേതൃത്വത്തിൽ കൊണ്ടുവരാത്ത പാർട്ടിയല്ല. തെറ്റിദ്ധാരണയാണത്. ഞങ്ങളുടേത് ഭൗതികവാദമല്ല, ചരിത്രപരമായ ഭൗതികവാദം, വൈരുദ്ധ്യാത്മക രണ്ടും രണ്ടാ. യുക്തിവാദി വീക്ഷണമല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക്. പല പ്രശ്നങ്ങളിലും ആത്മീയവാദ വീക്ഷണമല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക്. ഇത് രണ്ടിനും ഇടയിൽ വരിക നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് വിശ്വാസികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ സ്ഥാനമില്ല എന്ന ധാരണയുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അജിംസിന് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം ഞാൻ പറയാം. CPMന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സർവാദരണീയനായ TK ഹംസ സംസ്ഥാന ഇടതുപക്ഷ മുന്നണിയുടെ CPMന്റെ സംസ്ഥാന ജാഥയിൽ വരുമ്പോൾ ഒരു സ്ഥലത്തെ സ്വീകരണത്തിന്റെ ചുമതലയുള്ള ആളായിരുന്നു ഞാൻ.
അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് എനിക്ക് നിസ്കരിക്കാൻ സൗകര്യമൊരുക്കണം. ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് അദ്ദേഹം ലുഹർ നിസ്കാരത്തിന് TK ഹംസയ്ക്ക് സൗകര്യം കൊടുത്തത്. അവിടെ 5 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കുക. ശ്രീ KT ജലീൽ, അദ്ദേഹം പിന്നെ CPM-ന്റെ നേതൃത്വത്തിലില്ല, അദ്ദേഹം ജാഥയുടെ സംസ്ഥാന ക്യാപ്റ്റനായിട്ട് അതിന്റെ പ്രസംഗകനായിട്ട് വരുമ്പോൾ, ആ ജാഥയിലെ നിശ്ചയിക്കപ്പെട്ട അംഗമായിട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹം നിസ്കരിച്ചിട്ടാണ് ആ പ്രസംഗത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് ഇതിനൊന്നുള്ള അത് അബ്ദുള്ളക്കുട്ടി നടത്തിയ ഒരു പ്രചരണമാണ്. അദ്ദേഹത്തിന് CPM-ൽ നിന്നാൽ മുഖ്യമന്ത്രിയാകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസിൽ പോയി, കോൺഗ്രസിന് BJP-ക്ക് പോയി. അതുകൊണ്ട് അതിനൊക്കെ ഉള്ള അവസരം കൊടുക്കുന്ന ലക്ഷക്കണക്കിന് അവിശ്വാസിയായാലും ഒരു മിനിറ്റ് ഈ കൂടി ഞാൻ സ്വർണ്ണം പറഞ്ഞു കട്ടു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അത് കണ്ടുപിടിച്ചേ മതിയാകൂ. അതിന് FIR ഇടുകയോ ഏത് ഏജൻസി അന്വേഷിക്കുകയോ മറിച്ചുള്ള പ്രചാരണങ്ങൾക്ക് സർക്കാരിൽ ഉണ്ടാകണം എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. വളരെ നന്ദി ശ്രീ PK ഗോപൻ, ശ്രീ VR അനൂപ്, ശ്രീ അനിൽ വിളയിൽ ഇത്രയും സംസാരിച്ചതിന്.